ഇപ്പോൾ ഒരു അറിയിപ്പ് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ദമാമിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യയുടെ വിമാനം റദ്ദാക്കിയിരിക്കുന്നു. രാത്രി 10:30 പുറപ്പെടേണ്ട വിമാനമാണ് റദ്ദാക്കിയത് എന്ന് അജീഷ് ജയകുമാർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കുറ്റകൃത്യങ്ങളുടെ വാർത്താലോകത്തിലേക്കാണ് ഇനി കേസ് ഡയറി. നമുക്കൊന്നും അത്ര സുഖകരമല്ലാത്ത കണക്കിലേക്കാണ് ഇനി. സംസ്ഥാനത്ത് കഴിഞ്ഞ 1.5 ആഴ്ചക്കിടെ 5 ജീവനുകളാണ് ഗുണ്ടാ വിളയാട്ടത്തിൽ പൊലിഞ്ഞത്. നടു റോഡിൽ പോലും ആരെയും കൊല്ലുന്ന തരത്തിൽ സംസ്ഥാനത്ത് ഗുണ്ടകൾ അഴിഞ്ഞാടുന്നതിന് പിന്നാലെ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് പോലീസ്. ഗുണ്ടകളെ വിലങ്ങണിയിക്കാൻ ഇന്ന് പുലർച്ചെ മുതൽ പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് ആരംഭിച്ചു. തലസ്ഥാന നഗരത്തിലെ കരമനയിൽ പട്ടാപ്പകൽ ഒരു യുവാവിനെ കമ്പി കൊണ്ടടിച്ചും കല്ല് വലിച്ചെറിഞ്ഞും കൊലപ്പെടുത്തിയ സംഭവങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതടക്കം കഴിഞ്ഞ 1.5 ആഴ്ചക്കിടെ 10-ലധികം അക്രമ സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായത്. ചോര ഒഴുക്കി ഗുണ്ടകൾ സംസ്ഥാനത്തെ ക്രമസമാധാനം തകർത്തത് പലതവണ. ഇതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരം വെള്ളറടയിൽ നടന്നത്. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയെ നടു റോഡിൽ മർദ്ദിച്ചു. ചോദിക്കാനെത്തിയ ഭർത്താവിനെയും മറ്റു ജീവനക്കാരെയും ആക്രമിച്ചു. പാസ്റ്ററെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. രാത്രി 9 മുതൽ 11 മണി വരെ 2 മണിക്കൂർ നേരം ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ വെള്ളറട നടുങ്ങി. കരമനയിലും വെള്ളറടയിലും മാത്രം ഒതുങ്ങുന്നതല്ല ഗുണ്ടാ വിളയാട്ടം. ആലുവ ചൊവ്വരയിലും തൃശൂർ ചേർപ്പിലും എറണാകുളം തമ്മനത്തുമൊക്കെ ഗുണ്ടകളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാവുകയോ പരിക്കേൽക്കുകയോ ചെയ്ത സംഭവങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്താകെ 1880 പേർ ഗുണ്ടാ ലിസ്റ്റിലുണ്ടെന്നാണ് പോലീസിന്റെ ഔദ്യോഗിക കണക്ക്. ഇതിൽ അകത്തുള്ളത് 107 പേർ മാത്രം. ബാക്കിയുള്ളവരൊക്കെ പുറത്ത് വിലസി നടക്കുന്നു. മുമ്പ് നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഗുണ്ടാ പ്രവർത്തനമെങ്കിൽ ഇന്ന് ഗ്രാമങ്ങളിലും ഇവരുടെ വേരുണ്ട്. അതിനുദാഹരണമാണ് പോലീസിന് നേരെയുള്ള ഗുണ്ടാ ആക്രമണങ്ങളുടെ എണ്ണത്തിലെ വർധനവ്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് മിക്ക ഗുണ്ടാ ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഒന്നുകിൽ ലഹരി ഉപയോഗിച്ച ശേഷമുള്ള തർക്കം, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുമ്പോൾ. കൊട്ടേഷനും ഗുണ്ടാ പ്രവർത്തനവും ഉപജീവനമാക്കിയിരുന്നവരിന്ന് ലഹരിക്കടത്തിലൂടെ സമ്പത്ത് കുന്നുകൂട്ടുകയുമാണ്. ഗുണ്ടകളെ പൂട്ടാൻ ഓപ്പറേഷൻ ആഗമായി പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എത്ര കാലത്തേക്ക്? വാർത്തകളുടെ ചൂടാറുമ്പോൾ പോലീസ് നടപടിയും മെല്ലെ പോകുന്നതാണ് നമുക്ക് മുന്നിലുള്ള ചരിത്രം. മുഴുവൻ പോലീസ് സർവൈലൻസുകളെയും വെല്ലുവിളിച്ച് ഗുണ്ടകൾ നെഞ്ചു വിരിച്ചു നടക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം നഷ്ടമാവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും വിപിൻ വേളിക്കൊപ്പം അജീഷ് ജയകുമാർ, 24. പലയിടങ്ങളിലും ശക്തമായ മഴ പെയ്യുന്ന കാര്യം പ്രേക്ഷകർ ഇപ്പോഴും അറിയിക്കുന്നുണ്ട്. തൃത്താലയിൽ ചെറിയ മഴ, വലിയ ഇടി എന്നാണ് പറയുന്നത്. വടക്കഞ്ചേരി, പാലക്കാട് നല്ല മഴയുണ്ട് എന്ന് മഞ്ജു ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അങ്ങനെ പ്രേക്ഷകർ സജീവമായി തന്നെ നമ്മോടൊപ്പം തുടരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.